ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇത് അരുണാണേ. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ തളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച മുമ്പായിരുന്നു ഞാനിത് വെട്ടിവിട്ടത്. കറക്റ്റ് 3 ആഴ്ച മുമ്പാണ് വെട്ടിവിട്ടത്. അപ്പം ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ മുന്തിരിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. നന്നായിട്ട് തളുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും തളുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുന്തിരി ഓളിയുണ്ട്, പക്ഷേ കായ്ക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇതിൻ്റെ അറ്റം ഒന്ന് കണ്ടിച്ചു വിടണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചാനൽ നോക്കി കാണാൻ പറ്റും, അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുന്തിരി ഉണ്ടെങ്കിൽ അത് കായ്ച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ അറ്റവും കണ്ടിച്ചു വിടുക. അറ്റം കണ്ടിച്ച് വിട്ടിട്ട് എല്ലാ ഇലകളും പറിച്ച് കളയണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ കടലപ്പിണ്ണാക്കും ഒന്ന് കലക്കി ഒഴിക്കണേ. അങ്ങനെ കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന നാമ്പിലെല്ലാം മുന്തിരി ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനിത് വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിച്ചത്. അപ്പോൾ പെട്ടെന്നെല്ലാം തളുത്ത് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലൊക്കെ മുന്തിരി ഉണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാം മുന്തിരി. അപ്പം നിങ്ങൾ വെട്ടിക്കളഞ്ഞ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിക്കണം. അപ്പോൾ കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കടലപ്പിണ്ണാക്ക് ഒന്ന് കൂത്ത് വയ്ക്കുക. അപ്പോൾ 2 ചെടിയുള്ളെങ്കിൽ 2 കിലോ മതി. 2 കിലോ വെള്ളത്തിൽ കൂത്ത് വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയും ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്കിത് ആഴ്ചയിൽ മുന്തിരി നനയ്ക്കേണ്ട 3 ദിവസമാണ്. പക്ഷേ നിങ്ങൾ ഈ കടലപ്പിണ്ണാക്ക് ഒഴിക്കുന്ന ദിവസം 2 ദിവസം നിങ്ങൾ നനയ്ക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ മുന്തിരി ഉണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. കടലപ്പിണ്ണാക്ക് ഒഴിച്ച ശേഷം പെട്ടെന്ന് ഇത് മുന്തിരി വന്നു കേട്ടോ, കാണാൻ പറ്റും, ചെറുതായിട്ട് മുന്തിരി കാണാവേ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ 1-2 മുന്തിരി വരുന്നുണ്ട്. ആ കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം എല്ലായിടത്തും പുതിയ തളുപ്പ് വരുമ്പം അവിടെ എല്ലാം മുന്തിരി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്തിരി വന്നേക്കുന്നത് കേട്ടോ. അതുപോലെ മുകളിലൊക്കെ മുന്തിരി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ മുന്തിരി വരാൻ ചാൻസ് തീരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ വന്നില്ലായിരുന്നു, ഞാൻ ഒഴിച്ച് കൊടുക്കാതിരുന്നപ്പോൾ വന്നില്ലായിരുന്നു. ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ മുന്തിരി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും മുന്തിരി കായ്ക്കും കേട്ടോ. ഇതിപ്പോൾ 2 വർഷമായ മുന്തിരിയാണേ. 2 ചെടിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പലരും ചോദിച്ചായിരുന്നു എവിടുന്ന ഇതിൻ്റെ മുന്തിരിവള്ളി കിട്ടിയെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ അടുത്തുള്ള കാർഷിക നഴ്സറിയിൽ നിന്നാണ് ഈ മുന്തിരിവള്ളി കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കാർഷിക നഴ്സറിയിൽ നിന്ന് മുന്തിരിവള്ളി കിട്ടും. പിന്നെ ഓൺലൈനായിട്ട് കിട്ടും, ഇതിൻ്റെ ഓൺലൈനായിട്ട് കിട്ടും. പക്ഷേ വലിയ എഫക്റ്റീവ് ആയിരിക്കില്ല, പെട്ടെന്ന് വളരില്ല കേട്ടോ. ഞാൻ നേരത്തെ ഓൺലൈൻ വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് വളർന്നില്ല. പക്ഷേ ഈ മുന്തിരി കാണാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് വളർന്നു. ഇത് കുറച്ചും കൂടെ വളരേണ്ടതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു കുറച്ച് നാളത്ത് വാങ്ങിച്ച് കുറച്ച് കാലത്ത് വലിയ പരിചരണം കൊടുക്കാതെ ചുമ്മാ അത് കിടക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഒരു തണ്ട് കട്ട് കാണാം. ഇപ്പോൾ 2 വർഷമായതാണ്. അപ്പോൾ ഇതാണ് 2 വർഷമായി ഇതിലാണ് ഇത് കായ്ച്ച് വന്നേക്കുന്നത്. 2 വള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏത് പ്രദേശത്തും ഇത് ഉണ്ടാകും, മുന്തിരി ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. മുന്തിരി കായ്ച്ച് വലുതായി കഴിയുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് എത്തിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുന്തിരി ചെടിയുടെ ഒരു ഫുൾ ഡീറ്റെയിൽ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ കാണാവേ. ഇതിങ്ങനെ തളുത്ത് വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.